الحمد لله الواحد القهار والعزيز الجبار مكور الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وما يستوي الأحياء ولا الأموات إن الله يسمع من يشاء وما أنت بمسمع من في القبور ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകത്തിൻ്റെ സംരക്ഷകനും റബ്ബുൽ ആലമീനായ മാലിക്കുൽ മുലൂക്കായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിൻ്റെ എല്ലാവിധ നിഅമത്തുകൾക്ക് നന്ദി കാണിച്ച് അവൻ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് നൽകിയ മതത്തിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനും അള്ളാഹു നൽകുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും മുറുകെ പിടിച്ചുകൊണ്ട് ക്ഷമയോടെ ജീവിക്കുവാനും നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളെല്ലാം ലഘൂകരിച്ച് നൽകിക്കൊണ്ട് സന്തോഷകരമായ ജീവിതം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വാർത്താമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ നമ്മേറെ വേദനിക്കുന്ന ചില വാർത്തകൾ കേട്ടു. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അവൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി പല സംഭവങ്ങളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അഹമ്മദാബാദിൽ വിമാന ദുരന്തമുണ്ടായി 240-ലേറെ ആളുകൾ മരണപ്പെടുകയും വിമാനം പതിച്ച ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായിരുന്ന കുറച്ച് വിദ്യാർത്ഥികളുടെ ദാരുണമായ മരണവും നമ്മളെ ഏറെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഒരുപാട് സ്വപ്നങ്ങളോടെ, ഒരുപാട് പ്രതീക്ഷകളോടെ ലണ്ടനിലേക്ക് വിമാനം കയറിയ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും അടങ്ങുന്നവരും കുട്ടികളടക്കമുള്ളവർ ഒരു ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങിയതിൻ്റെ 10 മിനിറ്റുകൾക്കകത്ത് വീണ്ടും തകർന്ന് തരിപ്പണമായി കത്തി അമരുന്ന പുക ഇങ്ങനെ പുറന്തള്ളപ്പെടുമ്പോൾ നമുക്ക് കേവലം ഒരു വീഡിയോ, ഒരു വാർത്ത മാത്രമല്ലേ അത്. നമ്മളെല്ലാം ഇരുത്തി ചിന്തിപ്പിക്കാനും നമുക്കുള്ള ഗുണപാഠങ്ങളും അതിനകത്തുണ്ട്. അത്ഭുതകരമായി
അതിൻ്റെ എക്സിറ്റ് ഡോറിലൂടെ പുറത്തു ചാടാൻ കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ ആശുപത്രിയിലെ രംഗം നമ്മൾ കാണുകയുണ്ടായി. ഇത്രയും ആളുകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാൾ. നാം എന്ത് പഠിക്കണം? അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ ആ മനുഷ്യന്റെ മരണത്തിന്റെ സമയമായിട്ടില്ല എന്നതാണ്. അതേ ഫ്ലൈറ്റിൽ കയറേണ്ടിയിരുന്ന ഒരു യാത്രക്കാരി അഹമ്മദാബാദിലെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുകൊണ്ട് വിമാനത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോയതിന്റെ നിരാശയോടെ എയർപോർട്ടിലിരിക്കുന്നവരുടെ മുമ്പിലാണ് ഈ വാർത്ത എത്തുന്നത്. അള്ളാഹുവിന്റെ വിധി അവർക്കെത്തിയിട്ടില്ല എന്നതിന്റെ പാഠമാണ് അവിടെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഇസ്ലാം, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഏത് സമയവും ഏത് നിമിഷവും മനുഷ്യ നീ മരിക്കുമെന്ന ചിന്ത. അതിന് യാത്ര പോകണമെന്നില്ല, കപ്പൽ യാത്ര വേണമെന്നില്ല, വിമാനം വേണമെന്നില്ല, കാറിനകത്ത് കയറണമെന്നില്ല. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയി അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നാളെ നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്നും നിനക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ എവിടെ വെച്ച് മരിക്കുമെന്നും ഒരാൾക്കും അറിയാൻ കഴിയില്ല. അതെല്ലാം അറിയുന്നവൻ ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അലീമായ, എല്ലാം അറിയുന്ന, സർവജ്ഞാനിയായ, ഖബീറായ, സൂക്ഷ്മ നിരീക്ഷകനായ റബ്ബിനല്ലാതെ നമ്മുടെ കാര്യങ്ങളെ അറിയാൻ കഴിയില്ല. സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മുടെ വീട്ടിനകത്തോ അല്ലെങ്കിൽ നമ്മളോ നിത്യം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാകാം നമ്മുടെ മരണത്തിന്റെ ഒരു ഹേതു. തലയിലേക്ക് തേങ്ങാക്കുല വീണുകൊണ്ട് ആ കുടുംബത്തിന്റെ നാഥൻ മരിച്ച വാർത്ത വായിച്ചു നിങ്ങൾ? ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചുകൊണ്ട് ആ വ്യക്തി മരിക്കുകയാണ്. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി അതേ വീട്ടിലുള്ള ബക്കറ്റ് വെള്ളത്തിൽ വീണുകൊണ്ട് മരിക്കുന്നു. എത്രയെത്ര ദാരുണ സംഭവങ്ങളാ നമ്മൾ കേൾക്കുന്നത്. ഒന്നും എപ്പോഴാണെന്ന് പ്രവചിക്കാൻ നമുക്ക് കഴിയില്ല. അവധി വന്നാൽ ഓരോരുത്തരും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കും. വലികുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാ ഉമ്മത്തിനും അല്ലാഹു ഒരു അവധി വെച്ചിട്ടുണ്ട്. ഫഇദാ ജാ അജലുഹും, അവരുടെ അവധി വന്നാൽ, സമയമായാൽ, ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. അറാഫ് സൂറത്തിന്റെ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, ഒരു സെക്കൻഡ് നേരം, ഒരു അല്പസമയത്തേക്ക് ആ അവധി വന്നാൽ പിന്നെ പിന്നോട്ട് വലിക്കൂല. ഒരല്പസമയം ആകാനുണ്ടെങ്കിൽ ഒരിക്കലും മുന്നോട്ടാവുകയുമില്ല. കൃത്യമായ സമയത്ത് അത് നടക്കും, മുഹൂർത്തത്തിൽ നടന്നുകൊണ്ടിരിക്കും. ആ മരണം ഇങ്ങനെ മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കാൻ ലോകത്ത് ഇന്നും എത്രയോ മനുഷ്യർ ഈ സംസാരത്തിന്റെ ഇടക്ക് മരിച്ചു പോയിട്ടുണ്ട്. ഈ ശ്വാസം ഒന്ന് നിലച്ചാൽ കഴിഞ്ഞല്ലോ നമ്മുടെ ജീവിതം. ഈ രക്തമൊന്ന് കട്ടപിടിച്ചൊന്ന് സഞ്ചരിക്കാതെ ആയാൽ കഴിഞ്ഞല്ലോ ജീവിതം. വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന്റെ മരണം ഒരു സ്ഥലത്തങ്ങ് തീരുമാനിച്ചാൽ അന്നയാൾ അവിടേക്ക് എത്തിയിരിക്കും. അയാൾക്ക് ടിക്കറ്റ് കിട്ടും, അയാൾ പോകേണ്ടിടത്ത് അയാൾ പോയിരിക്കും. ഇദാ അറാദല്ലാഹ ഖബ്ല അബ്ദിൻ ബിഅർളിൻ, അല്ലാഹു ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരാളുടെ ജീവൻ പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജഅല ലഹു ബിഹാ ഹാജ, ആ സ്ഥലത്തേക്ക് അവിടെ എത്താനുള്ള ഒരു ആവശ്യം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. അയാൾ എത്തിയിരിക്കും അവിടെ. എന്തിന് എന്ന് നമ്മൾ ചോദിക്കരുത്. അവിടെ എത്താൻ, അവിടെയാണ് അയാളുടെ മരണം സ്ഥിരീകരിക്കുന്നെങ്കിൽ അവിടേക്ക് അയാൾ എത്തിപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം പഠിപ്പിച്ചു തന്നിട്ട് പ്രവാചകൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിരുത്തി പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലും ഇത്തരം ചരിത്രങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങളിൽ എന്റെ മനസ്സിനെ പിടിച്ചു കൊടുക്കുന്ന രൂപത്തിൽ ഒരു പ്രാർത്ഥന, റബ്ബി അല്ലാഹുമ്മ, അല്ലാഹുവേ, വജഅലിൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ, എന്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ ഖൈറുകളും അധികരിപ്പിച്ച് തരണം പടച്ചോനെ.
വജ്അലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ. എന്റെ ജീവിതത്തിന്റെ അവസാനം, എന്റെ മരണമെന്നത് എല്ലാ ശർറുകളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മരണമാക്കി മാറ്റിത്തരണേ. പ്രാർത്ഥിക്കണം. വജഅലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ. എല്ലാ ശർറുകളിൽ നിന്നുമുള്ള മരണം ഉറപ്പാണ്. അത് ഒരു ദാരുണ മരണമാകാതിരിക്കാൻ, പെട്ടെന്നുള്ള മരണമാകാതിരിക്കാൻ, തൗബ ചെയ്യാതെ മരിക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ, ഏതെങ്കിലും ഒരു തിന്മക്ക് അടിമപ്പെട്ട് അങ്ങനെ മരിക്കാതിരിക്കാൻ, വജഅലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ. എല്ലാ ശർറിൽ നിന്നും രക്ഷപ്പെട്ട ഒരു മരണമാക്കി മനോഹരമായ മംഗളകരമായ ഒരു യാത്രക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ, നീ റബ്ബിന്റെ തൃപ്തിയിലേക്ക് കടന്നുവാ, റബ്ബിന്റെ സന്തോഷത്തിലേക്ക് കടന്നുവാ എന്ന് സ്വർഗത്തിലേക്ക് ആനയിച്ച് ദുനിയാവിൽ നിന്ന് യാത്ര കൊണ്ടുപോകുന്ന മരണങ്ങളുണ്ട്. ആ സ്വപ്നം നമ്മുടെ മനസ്സിനകത്തുണ്ടാവേണ്ടതുണ്ട്. കപ്പലപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, വിമാന ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, റോഡുകളിൽ വാഹനാപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, വേദനയേറിയ രോഗങ്ങളും മരണരോഗങ്ങളുമൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയുള്ളവന്മാർക്ക് ഇത് ചിന്തിക്കാനും ഗുണപാഠം പാകാനുമുണ്ട്. ഇതൊന്നും മറ്റുള്ളവർക്ക് മാത്രമല്ല, എനിക്കും എൻ്റെ വീട്ടിലും എന്ന് പ്രതീക്ഷിക്കാവുന്ന രൂപത്തിൽ ഓരോരുത്തരും കരുതിയിരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മിൻ ഫദ്ലി, നിങ്ങൾ അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് എപ്പോഴും ചോദിക്കണം. അള്ളാന്റെ ഖൈർ എപ്പോഴും ചോദിക്കണം, ഫദ്ൽ ചോദിക്കണം, ഔദാര്യം ചോദിക്കണം. ഫഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു അൻ യുസ്അല. അല്ലാഹുവിനോട് അവന്റെ ഔദാര്യത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ ചോദിക്കുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു മേടിക്കാനുണ്ട്, എന്തെല്ലാം നമുക്ക് നേടിയെടുക്കാനുണ്ട്. ഏറ്റവും വലിയ വിജയമായ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി പടച്ചവനോട് ചോദിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു, ഇദാ സഅല അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഫൽയുക്സിർ, ധാരാളം ചോദിച്ചോളൂ, പിശിക്കണ്ട. അള്ളാഹിനോട് ചോദിക്കാനും പ്രാർത്ഥിക്കാനും മടിക്കണ്ട, ഒരു ലജ്ജ തോന്നണ്ട. അങ്ങനെ ചെറിയ കാര്യമൊക്കെ ചോദിക്കാൻ പറ്റുമോ? ഇത്രയും വലിയതൊക്കെ ചോദിക്കാൻ പറ്റുമോ? ഒരുപാട് അങ്ങനെ പ്രാവർത്തിച്ച് പറയാൻ പറ്റുമോ? ഒന്നും നീ വിചാരിക്കണ്ട. ഫഇന്നഹു യസ്അലു റബ്ബഹു, നീ ചോദിക്കുന്നത് എല്ലാം തരാൻ കഴിവുള്ള റബ്ബിനോടാണ്. ഒരു മടിയും കൂടാതെ കെഞ്ചി കെഞ്ചി യാചിച്ച് നീ റബ്ബിനോട് എല്ലാ ഖൈറും ചോദിച്ചോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട പ്രവാചകന്റെ സ്വഹാബി, ഒട്ടനേകം ഹദീസുകൾ, 4000-ലേറെ ഹദീസുകൾ ലോകത്തിന് സംഭാവനകളായി നൽകിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് മജ്ലിസിൽ വെച്ച് പറഞ്ഞതാണ്, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി തആല മിനദ് ദുആ. ഇതൊരു റമദാനിലെ മാത്രം കാര്യമല്ല, ഒരു ദുൽഹിജ്ജയിലെ ഏതാനും ദിവസങ്ങളിലുള്ള കാര്യം മാത്രമല്ല, എന്നുമെന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന മഹത്തരമായ മൂല്യമാണ് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളത്. ലൈസ ശൈഉൻ, ഒരു കാര്യവുമില്ല, അക്റമ അലല്ലാഹി തആല, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ആദരവ് ലഭിക്കുന്ന കാര്യം, മിനദ് ദുആ, ഈ പ്രാർത്ഥനയേക്കാൾ. അള്ളാഹു നമ്മളെ ആദരിക്കും. അള്ളാഹിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടോ? ഏറ്റവും ആദരവ് നേടുന്ന കാര്യമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നഹു മയ്യസ്അലില്ല, ആരെങ്കിലും അള്ളാഹിനോട് ചോദിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നിസ്കരിക്കും, കച്ചവടം ചെയ്യും, ബിസിനസ് ഉണ്ടാകും, എക്സസൈസ് ഉണ്ടാകും, നടത്തുണ്ടാവും, ചാട്ടുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ആരോഗ്യം തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ആഫിയത്ത് തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ബർക്കത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഇന്നഹു മയ്യസ്അലില്ല, ആരെങ്കിലും അള്ളാഹിനോട് ചോദിക്കുന്നില്ലെങ്കിൽ യഗ്ളബ് അലൈഹി, അള്ളാഹു അവനോട് കോപിക്കുന്നതാണ്. പ്രാർത്ഥിക്കാൻ മടിയുള്ള ആൾക്കാരോട് അള്ളാഹ്ക്ക് ദേഷ്യാണ്.
നമ്മളോട് ഒരാൾ 10 പ്രാവശ്യം ചോദിച്ചാൽ നമുക്ക് അയാളോട് ദേഷ്യം വരിക. അള്ളാഹിനോട് ചോദിക്കാത്തവനോട് അള്ളാഹ്ക്ക് ദേഷ്യമാണ്. എന്തും പ്രാർത്ഥിക്കാം, എന്തും ചോദിക്കാം, ദുനിയാവും ആഖിറവും ചോദിക്കാം. وقال رسول الله صلى الله عليه وسلم മറ്റൊരു ഹദീസിൽ കൂടെ കാണാം, ഇന്ന അബ്ഖലൻ നാസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും പിശുക്കനായവൻ ആരാന്നറിയുമോ? പണം ചോദിച്ചിട്ട് തരാത്തവനല്ല, സ്വതക്ക ചെയ്യാൻ മടിച്ചവനല്ല, അത് മറ്റൊരു പിശുക്ക്. ഏറ്റവും വലിയ പിശുക്കൻ മൻ ബഖില ബിസ്സലാം, ഒരു പൈസയും ചെലവില്ലാതെ സുഖമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സലാം പറയാൻ പോലും പിശുക്കുന്നവനാണ് ഏറ്റവും വലിയ പിശുക്കൻ. നമ്മുടെ കടയിൽ കയറി വരുന്ന എത്ര പേരോട് സലാം പറയാറുണ്ട്? കയറി വരുന്നവർ നമ്മളോട് എത്ര പേര് സലാം പറയാറുണ്ട്? ഫോൺ വിളിക്കുമ്പോൾ എത്ര പേരോട് സലാം പറയാറുണ്ട്? നമ്മുടെ സംസാരത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും സലാമുണ്ടോ? എന്തിനാ സലാം ഇസ്ലാം നിശ്ചയിച്ചത്? സലാം തഹാബു, നന്നായി സലാം വ്യാപിപ്പിച്ചോളി, നന്നായി സ്നേഹമുള്ളവരായി നിങ്ങൾ മാറും. നല്ല സ്നേഹം അധികരിപ്പിക്കപ്പെടും. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള പ്രധാനപ്പെട്ട ബാധ്യത എണ്ണിപ്പറഞ്ഞപ്പോ ആദ്യം പഠിപ്പിച്ചത് കണ്ടുമുട്ടിയാൽ ഫസല്ലിം അലൈഹി, അവനോട് സലാം പറ. ഒരു വല്ലാത്ത പ്രാർത്ഥനയാണത് അവന് കൊടുക്കുന്നത്. നിനക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. മരണ വീട്ടിൽ പോലും പ്രാർത്ഥിക്കാനും പറയാനും പറ്റുന്ന വാചകമാണ് അസ്സലാമു അലൈക്കും. എന്തിനാ മടിക്കുന്നത്? എന്തിനാ പറയാൻ നമ്മൾ പിശുക്കുന്നത്? ഏറ്റവും വലിയ പിശുക്കനാണ് സലാമിന്റെ കാര്യത്തിൽ പിശുക്കുന്നവൻ. മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും അശക്തൻ ആരാന്നറിയുമോ? ദുർബലനായ രോഗിയല്ല, ആരോഗ്യമില്ലാത്തവനല്ല. ഏറ്റവും വലിയ അശക്തൻ മിൻ അജിസിൻ അനിദ്ദുആ, പ്രാർത്ഥനക്ക് അശക്തനായവനാണ്, പ്രാർത്ഥിക്കാത്തവനാണ്. ഒന്ന് റബ്ബിനോട് മനമൊരുകി തേടി പ്രാർത്ഥിക്കാത്തവനാണ് ഏറ്റവും വലിയ അശക്തൻ, അവനാണ് ശക്തിയില്ലാത്തവൻ. ഇത് നമ്മളെ കുറിച്ച് ഇരുന്ന് വായിക്കേണ്ട, ചിന്തിക്കേണ്ട. ആരോട് പറയണം, ആരോട് പ്രാർത്ഥിക്കണം? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹില്ല, അവനാണ് ഹയ്യ്, എപ്പോഴും എന്നും ജീവിച്ചിരിക്കുന്നവൻ. അൽ ഖയ്യൂം, സർവനിയന്താവായവൻ. ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഉറക്കം വരൂല, മയക്കം വരൂല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? ഉറങ്ങുന്നവരോടാണ്, മയങ്ങുന്നവരോടാണ്, മരിക്കുന്നവരോടാണ്, വൃദ്ധരാകുന്നവരോടാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, കറാമത്തുകൾ പറയാണ്. ഇന്ന വ്യക്തികൾ അവരെങ്ങാനും ഉറങ്ങിപ്പോയാൽ ലോകത്ത് ഫ്ലൈറ്റുകൾ കൊട്ടിമുട്ടും. ആരാ? അള്ളാനെ പറ്റിയല്ല പറയുന്നത്, മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, തലച്ചോറ് പണയപ്പെടുത്താതെ ഇരുന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകി നമ്മളെ സഹായിക്കാൻ ആർക്കാ കഴിയ? അള്ളാഹ്ക്ക്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, ഫഇന്നക ലാ തുസ്മിഉൽ മൗതാ, മരണപ്പെട്ടവരെ പ്രാർത്ഥന കേൾപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. കേൾക്കാതെ എങ്ങനെയാണ് അവർക്ക് ഉത്തരം ചെയ്യാൻ പറ്റുക? വലാ തുസ്മിഉ സുമ്മദ്ദുആ ഇദാ വല്ലൗഹു മുദ്ബിരീൻ, ചെവി ഇല്ലാത്തവൻ, ചെവിശേഷി കേൾവിശേഷി ഇല്ലാത്ത ഒരാളെ നീ എത്ര ഉച്ചത്തിൽ വിളിച്ചാലും കേൾപ്പിക്കാൻ കഴിയാത്ത പോലെ മരിച്ചയാളുകളെ കേൾപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല നബിയേ. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്കുണ്ട്, കമാ അന്നക ലൈസ ഫീ ഖുദ്റതിക, നബിയേ നിങ്ങളുടെ കഴിവിൽപ്പെട്ട കാര്യമല്ല അൻ തുസ്മിഅൽ അംവാത, മരണപ്പെട്ട ആളുകളെ ഒക്കെ കേൾപ്പിക്കുക എന്നത്. ഫി അജ്ദാദിഹാ, അവരുടെ ശ്മശാനങ്ങളിൽ. ഖബറടക്കം കഴിഞ്ഞ മരിച്ച് മറവ് ചെയ്ത മനുഷ്യരെ പ്രാർത്ഥന കേൾപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് ഒരാളെ കൊണ്ടും കഴിയൂല. വലാ തുബ്ലിഗ കലാമക സുമ്മ അല്ലദീന ലാ യസ്മഊന, ചെവി നഷ്ടപ്പെട്ട, കേൾവി നഷ്ടപ്പെട്ട മനുഷ്യരെ നിങ്ങൾക്ക് ഒരിക്കലും കേൾപ്പിക്കാൻ കഴിയാത്ത പോലെ തന്നെയാണ് ഈ കാര്യവും എന്ന് നിങ്ങൾ ഓർക്കണം. മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നവർ ഈ ആയത്തിന് നേർ വിപരീതമാണ് വിശ്വസിക്കുന്നത്.
മറ്റൊരായത്തിൽ വീണ്ടും അല്ലാഹു പറഞ്ഞു വമാ യസ്തവിൽ അഹ്യാ വലൽ അംവാത്, മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരും സമമല്ല. മരിച്ചവര് കേൾക്കൂല, ജീവിച്ചിരിക്കുന്നവർ കേൾക്കും. മരിച്ചവർക്ക് സഹായിക്കാൻ കഴിയില്ല, ജീവിച്ചിരിക്കുന്നവർക്ക് സഹായിക്കാൻ കഴിയും. പല സഹായങ്ങളും പരിധിയിൽപ്പെട്ടത്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒരിക്കലും സമമല്ല. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു കേൾപ്പിക്കും. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, നിങ്ങൾ ഖബറിൽ കിടക്കുന്നവരെ കേൾപ്പിക്കാൻ കഴിവുള്ളവരല്ല. നിങ്ങളതിന് ശ്രമിച്ചിട്ട് കാര്യമില്ല, അവർക്കതിന് സാധ്യമല്ല. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ശരിക്ക് വായിക്കണം. സുമ്മ യജൂസ് അൻ യർജിഅ ദാ ഇലൽ മഅബൂദീൻ. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ വിഗ്രഹങ്ങൾ മാത്രമല്ല, കല്ലുകൾ മാത്രമല്ല, പ്രതിമകൾ മാത്രമല്ല, ബുദ്ധിയുള്ളവരെല്ലാം പെടും. മിമ്മാ യഅഖിലുൽ മലായികത്തി, മലക്കുകളും ഇതിൽ പെടും. വൽ ജിന്നി, ജിന്നുകൾ പെടും. വൽ അംബിയാ, ഈ അംബിയാക്കന്മാര്. വശയാത്തീൻ, പിശാചുക്കൾ. ആരോടാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകാൻ അവർക്ക് സാധ്യമല്ല. വഹുവസ് സമീഉൽ അലീം, അല്ലാഹയാണ് സമീഅ്, അല്ലാഹയാണ് അലീം. എല്ലാം അറിഞ്ഞ് എല്ലാം കേട്ട് നമുക്ക് സഹായം തരാൻ പറ്റുന്നവൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. ഇനി സുഹൃത്തുക്കളെ, ഭാരതന്മാരായ ഉലമാക്കന്മാര് പറയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ 3 നേട്ടം ആ മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടും. അത് അത്ഭുതകരമായ നേട്ടങ്ങളാണ്. ഒന്നാമത്തെ നേട്ടം ലാ യറുദ്ദുൽ ഖദാ ഇല്ല ദുആ. നബി തങ്ങളാ പഠിപ്പിക്കുന്നത്, ഒരാളുടെ ജീവിതത്തിലുള്ള ഖദാ ഖദർ, അയാളുടെ വിധി മാറ്റി മറിക്കുന്നത് ദുആ കൊണ്ടല്ലാതെ ഇല്ല. ദുആ കൊണ്ട് ഒരാളുടെ വിധി മാറ്റി മറിക്കാൻ കഴിയും. 2 വഅന്ന ദുആ യൻഫഉ മിമ്മാ നസൽ വമിമ്മാ ലം യൻസിൽ. ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഇനി ഇറങ്ങാത്ത കാര്യങ്ങളിൽ നിന്നും ഒരാൾക്ക് ഉപകാരമുണ്ടാക്കാൻ പ്രാർത്ഥന കൊണ്ട് കഴിയും. 3 അദ്ദുആ ഹുവൽ ഇബാദ. ഈ പ്രാർത്ഥനയുടെ വാക്കുകളെല്ലാം ഇബാദത്താണ്. അതിന്റെ എല്ലാം വമ്പിച്ച പ്രതിഫലം അയാളെ കാത്തിരിക്കുകയാണ്. നഷ്ടമില്ലാതെ അയാൾക്ക് രക്ഷപ്പെടാം. ഈ പ്രാർത്ഥനകളിൽ, ദുആകളിൽ നമ്മൾ പിശുക്കിയും മാറി നിന്നും ഒഴിഞ്ഞും അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാതെ ആയാൽ കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. സാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാ, സാലിഹ് ആലു ശൈഖ് ഹഫിദഹുല്ലാ, ആ പണ്ഡിതന്മാർ രേഖപ്പെടുത്താണ്, യളഅഫുൽ തൗഹീദ ഇദാ തറക്കൽ അബ്ദ ദുആ റബ്ബഹു. ഒരാൾ റബ്ബിനോട് പ്രാർത്ഥന അങ്ങ് ഇല്ലാതെയായി പോയാൽ, കുറഞ്ഞു പോയാൽ അയാളുടെ തൗഹീദ് കുറഞ്ഞു പോകും. വകുല്ലമാ ഖല്ല ദുആ ഖല്ല തഅല്ലുഖൽ അബ്ദ ബില്ലാഹി അസ്സ വജല്ല. പ്രാർത്ഥന കുറയും തോറും ഒരു അടിമ അള്ളാഹുവിനോടുള്ള ബന്ധം കുറയും. അള്ളാഹിനായിട്ടുള്ള കണക്ഷനാണത്. അതവിടെ ഇല്ലാതെയാകും. അത് ഇല്ലാതെയായി കുറഞ്ഞു വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കഴിഞ്ഞ കാല ഖുതുബകളിലൊക്കെ വിശദീകരിച്ച പോലെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനകളെ വിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞു. എത്ര വലിയ നേട്ടങ്ങളാണ് ആ ചരിത്രത്തിൽ ഉണ്ടാക്കി കൊടുത്തത്. റബ്ബന ഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. ഇബ്രാഹിം നബിന്റെ വാക്കാ, റബ്ബന ഗ്ഫിർലി, റബ്ബേ എനിക്ക് പുറത്തു തരണേ, വലിവാലിദയ്യ എന്റെ മാതാപിതാക്കൾക്കും, വലിൽ മുഅ്മിനീന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും, യൗമ യഖൂമുൽ ഹിസാബ് വിചാരണ നേരിടുന്ന പരലോകത്ത് രക്ഷപ്പെടാൻ ഞങ്ങളൊക്കെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശാല മനസ്സ്. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഖലീലുള്ള പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ ധാരാളം വിജ്ഞാനം നൽകണേ, നല്ല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന വിനയാന്വിതമായ പ്രാർത്ഥന. വലാ തുഖ്സിനീ യൗമ യുബ്അസൂൻ, നാളെ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ എന്നെ അപമാനിക്കല്ല റബ്ബേ. പരലോക കോടതി എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, ലോകം മുഴുവൻ നിൽക്കുന്ന ആ സദസ്സിൽ എന്നെ അപമാനിക്കല്ല റബ്ബേ എന്ന പ്രാർത്ഥനയുണ്ട്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ.
എല്ലാം റബ്ബേ റബ്ബനാ എന്നുള്ള വിളിച്ചുകൊണ്ടുള്ള കേണ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ അമ്പിയാക്കന്മാരുടെ സകല പ്രാർത്ഥന വായിച്ചോ? വിശുദ്ധ ഖുർആനിലെ മുഴുവൻ വാചകങ്ങൾ നിങ്ങൾ എടുത്തു വായിച്ചോ? ഒരു മഹാനും ഒരു പ്രവാചകനും ഒരു വലിയും ഇലാ ഹളറത്തി പറഞ്ഞിട്ട് പ്രാർത്ഥന തുടങ്ങിയിട്ടില്ല. അല്ലാഹു അല്ലാത്തവരിലേക്കുള്ള ഒരു പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിനകത്ത് ഇല്ല. ആരുടെയെങ്കിലും ഹക്ക് ജാഹ് ബറക്കത്തുണ്ടെന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഖുർആനിനകത്തില്ല, ഹദീസിനകത്തില്ല. എന്നാൽ സമൂഹത്തിൽ നമ്മളെ ദുആ എന്നുകൊണ്ട് പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കുറെ ഹക്ക് ജാഹ് ബറക്കത്തുകളും കുറെ ഇലാ ഹദറത്ത് വിളികളുമൊക്കെ അങ്ങ് നടത്തിയാൽ ഞങ്ങൾ ഭയങ്കര ദുആ ഉള്ള ആളുകളായി എന്ന് തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അവർ ചെയ്യുന്ന ദുആ ദീൻ പഠിപ്പിക്കാത്ത ദുആകളാണ്. ദീൻ പഠിപ്പിച്ചത്, ഇസ്ലാം പഠിപ്പിച്ചത് എത്ര വലിയ കാര്യമായിട്ടാണ് വഹയിലൂടെ പ്രമാണത്തിനകത്ത് പഠിപ്പിച്ചു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അപകടങ്ങളിൽ ദുരന്തങ്ങളിൽ നിന്ന്, ദാരുണമായ മരണങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും എല്ലാം അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിൻ്റെ വിനയാന്യതരായ അടിമകളായി മാറുവാനും സത്യദീനിൻ്റെ യഥാർത്ഥ വക്താക്കളായി ജീവിക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പല കാര്യങ്ങളുടെയും ഒരു ഓർമ്മപ്പെടുത്തലോ എന്നോ നിലക്ക് ദിനാചരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവാറുണ്ട്. എയ്ഡ്സ് ദിനത്തെക്കുറിച്ച്, എയ്ഡ്സ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ട്. മാതൃദിനം എന്ന പേരിൽ മാതാക്കന്മാരെ ഓർമ്മപ്പെടുത്തുന്ന ദിനങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ജൂൺ 14 ലോക രക്തദാന ദിനമായി ലോകത്ത് ആചരിക്കാറുണ്ട്, ഒരു ഓർമ്മപ്പെടുത്തലിനു വേണ്ടി. നമ്മുടെ മനസ്സിൽ പലപ്പോഴും ദാനം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടി വരുന്നത് പണം കൊണ്ടുള്ള ദാനമാണെങ്കിൽ, ഇസ്ലാം പറയുന്നുണ്ട് ഒരു നല്ല വാക്കുകൊണ്ട് നിനക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അതൊരു ദാനമാണ്, സ്വതക്കയാണ്. ഒരാൾക്കൊരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതൊരു സ്വതക്കയാണ്. ഒന്ന് ചിരിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ സ്വതക്കയാണ്. വഴിയിൽ കിടക്കുന്ന ഒരു മാലിന്യം നീക്കാനുള്ളൊരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീ സ്വതക്ക ചെയ്തവനാണ്. അതുപോലെ ദാനത്തിന്റെ മറ്റൊരു മേഖലയാണ് നമ്മുടെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. അത് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നൽകുകയാണെങ്കിലോ, വമൻ അഹ്യാഹാ, ആരെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്തിയാൽ ഫകഅന്നമാ അഹ്യന്നാസ ജമീആ, ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയവനെ പോലെയാണ്. എത്രയോ ഗ്രൂപ്പുകളിൽ മെസ്സേജ് വരുന്നു, ഇന്ന ബ്ലഡ് ഗ്രൂപ്പുള്ള വ്യക്തി ആവശ്യമുണ്ട്, ആരെങ്കിലും ഒന്നുണ്ടോ? അപ്പോഴൊന്നും നമ്മുടെ പേരുകൾ വരുന്നില്ല, നമ്മുടെ കൈകൾ ഉയരുന്നില്ല, ഞാൻ റെഡിയാണെന്ന് പറയുന്നില്ല. എന്തിനാണ് അമാന്തം കാണിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു, മനിസ്തതാഅ അയൻഫഅ അഖാഹു ഫൽയഫഅൽ, നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും സാധ്യമാകുന്ന ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ തന്റെ സഹോദരനു വേണ്ടി ഫൽയഫഅൽ, അവൻ അത് ചെയ്യട്ടെ. അവനത് ചെയ്യാൻ കഴിയാവുന്ന കാര്യമാണ്. 3 മാസത്തിൽ ഒരിക്കലെങ്കിലും രക്തം ഡൊണേറ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല, ആരോഗ്യപരമായ ഒരാളാണെങ്കിൽ. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്, എല്ലാം വിൽക്കുകയാണ്. കിഡ്നി വിൽക്കുകയാണ്, ഹേർട്ട് വിൽക്കുകയാണ്, കിട്ടുന്നതൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ സമനിദ്ദമി, രക്തത്തിന് പകരമായി വില കൊടുക്കുന്നതിനെ നബിതങ്ങൾ വിരോധിച്ചിരിക്കുന്നു. കുറച്ച് പണത്തിന്
ഡിമാൻഡ് ആവശ്യമുണ്ട്, എന്നാ 4 കുപ്പി ബ്ലഡ് കൊടുക്കുക. പണം ഇടപാട് വെച്ച് ഒരു ഇടപാടായിക്കൊണ്ട് രക്തം കൊടുക്കാൻ പാടില്ല, അതിന്റെ പണം മേടിക്കാൻ പാടില്ല. നമ്മൾ രക്തം കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ എത്ര പേര് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു? അവരുടെ കാര്യത്തിൽ വല്ല തീരുമാനങ്ങൾ ഉണ്ടായിരുന്നോ? നല്ല നീയത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ നമ്മളത് ചെയ്താൽ എത്ര വലിയ നേട്ടമാണ് നമുക്ക് ലഭിക്കുന്നത്. ചില മനുഷ്യരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും, അപൂർവമായ രക്തഗ്രൂപ്പായിരിക്കും. എല്ലാവർക്കും കിട്ടാത്ത ചില രക്തഗ്രൂപ്പുകൾ ഉണ്ടാവും. അവനൊക്കെ ഡബിൾ പ്രതിഫലമാണ്, ഇരട്ടി കൂലി കിട്ടാനുള്ള ചാൻസ് ആണ്. അവനത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി അത്തരത്തിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ നബിതങ്ങൾ പഠിപ്പിച്ചു, അജ്റുൽ ഖറാബത്തി, കുടുംബക്കാരനെ കുടുംബബന്ധം ചേർത്തതിന്റെ കൂലിയും കിട്ടും. വഅജ്റുസ് സദാഖത്തി, അവനൊരു സ്വതക്ക ചെയ്തതായി സ്വതക്കന്റെ കൂലിയും ലഭിക്കും. ഈ മേഖലയിൽ നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടാകണമെന്നാണ് സൂചിപ്പിച്ചത്. നമ്മുടെ എല്ലാ മഹല്ലുകളിലും രക്തഗ്രൂപ്പുകൾ നിശ്ചയിക്കപ്പെട്ട് കൃത്യമായ ആളുകളുടെ ഫോൺ നമ്പർ അടക്കമുള്ള കൃത്യമായി രേഖപ്പെടുത്തപ്പെടണം. സന്നദ്ധ സേവകന്മാരും സന്നദ്ധ തയ്യാറായ ആളുകളും ചെറുപ്പക്കാരും ഒക്കെ ഈ രംഗത്ത് ഏത് സമയത്തും പറ്റാവും. അന്ന് ലീവ് എടുത്താണെങ്കിലും 100 രൂപന്റെ 500 രൂപന്റെ ഒരു കൂലി അന്ന് മാറ്റിവെച്ചാലും നഷ്ടം വരാത്ത ഏറ്റവും മികച്ചൊരു സേവനമാണ് എന്ന് മനസ്സിലാക്കുക. ഒരു കന്നുകാലിയോട്, ഒരു മൃഗത്തിനോട് വരെ കരുണ ചെയ്യുന്നത് പച്ചക്കരളുള്ള ഏത് ജീവിക്ക് പുണ്യം ചെയ്തുന്നത് കൂലിയാന്ന് പഠിപ്പിച്ച മതാണ്. പിന്നെ എന്തുകൊണ്ടൊരു മനുഷ്യനെ സ്നേഹിക്കാൻ നമുക്ക് എന്തുകൊണ്ട് പ്രയാസം? അതുണ്ടാകരുത്. നമ്മുടെ നാട്ടിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങൾ, സന്നദ്ധ സംവിധാനങ്ങളിലെല്ലാം നമ്മുടെ ഒരു പങ്കും നമ്മുടെ ഒരു വലിയ ശ്രമവും ഏതു സമയത്തും ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവന്റെ ദീനിന്റെ മാർഗത്തിൽ കൃത്യമായി കൊണ്ട് അള്ളാഹുവിനേറെ ഇഷ്ടപ്പെടുന്ന നന്മകളിലേക്ക് മുന്നിട്ട് വരുന്ന നല്ലവരായ സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ വിദ്യാർത്ഥി തലമുറക്ക് ഏറെ ദിശാബോധം നൽകേണ്ടുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ വിദ്യാലയങ്ങളൊക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മദ്രസ സംവിധാനങ്ങൾ കഴിഞ്ഞുപോയ കുട്ടികൾക്ക് ദീന് നഷ്ടപ്പെടാൻ പാടില്ല. അവർക്ക് വീട്ടിലെ ഇസ്ലാമിക അന്തരീക്ഷം നശിച്ചു പോകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയാണ് നമ്മുടെ വിദ്യാർത്ഥി വിഭാഗം CRE എന്ന ഒരു വലിയ മികച്ച സംവിധാനം എല്ലാ ആഴ്ചയിലും 1 മണിക്കൂർ ദീന് കൊടുക്കാൻ, ഖുർആൻ പഠിപ്പിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഈ വർഷത്തെ ഉദ്ഘാടന ദിവസം ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഷിനാസ് കോംപ്ലക്സിലുള്ള മലബാർ കമ്പ്യൂട്ടർ കെയർ സെന്ററിൽ വെച്ചുകൊണ്ട് 9 മണിക്ക് ചെയ്യുന്ന ആ സമയത്ത് നടക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ അത്തരം സദസ്സിൽ ഉണ്ടെന്ന് കൊണ്ടുവന്നാക്കി ഉറപ്പുവരുത്തി ആ സംരംഭത്തിന്റെ തുടർച്ചക്കാരാകാൻ ശ്രമിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു പള്ളിക്ക് കീഴിലായി നടക്കുന്ന ഒരു മദ്രസയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇതിന് തൊട്ടു താഴെയുള്ള പാർക്കിംഗ് ഏരിയയിൽ അൽഹംദുലില്ലാഹ് ഈ വർഷം 100-ലേറെ വിദ്യാർത്ഥികളായി അത് ഉയർത്തപ്പെടുകയാണ്. പരിമിതമായ ചുരുങ്ങിയ സൗകര്യങ്ങളാണ് മുമ്പിലുള്ളത്. പുതിയൊരു ക്ലാസ് റൂമുകൾ നമുക്ക് ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം കൂടെ ടോട്ടലായി മെയിൻ്റനൻസ് വർക്കുമായി 1.5 ലക്ഷം രൂപ നമുക്ക് ചെലവ് വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഒരു മദ്രസ സംവിധാനത്തിന് നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഭാവി എത്ര നീണ്ടു കിടക്കുകയാണ്. അതിൻ്റെയൊക്കെ ഓഹരി പറ്റാൻ കഴിയുന്നു. നമ്മളും നമ്മുടെ കുടുംബം, നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ഒരു നല്ല വിഹിതം നൽകിയാൽ ഒരു മഹത്തായ ദീനീ സ്ഥാപനം ഈ നാട്ടിൽ ഉയർന്നു വരികയും ഇവിടുത്തെ കുടുംബങ്ങളിലേക്ക് വെളിച്ചം നൽകുകയും അതിലൂടെ രക്ഷിതാക്കളെയും കുടുംബങ്ങളെയും ഒക്കെ ദീനിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള സദുദ്ദേശ പ്രവർത്തനങ്ങളിലും നമ്മുടെ മഹത്തായ സ്വതക്കയുണ്ടാകണം. ഇന്നത്തെ ഒരു ദിവസം പ്രത്യേകിച്ച് നമ്മൾ അതിനു വേണ്ടിയാണ് ഒരു കളക്ഷൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മതിയാകുകയില്ല എങ്കിലും സാധ്യമാകുന്ന ഒരു നല്ല വിഹിതം നമ്മൾ പിന്നീടും കൊണ്ടുവന്ന് തരാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ സ്വതക്കാത്തുകൾ സ്വീകരിക്കുകയും എല്ലാവിധ അതിനാലുള്ള ഖൈറും ബറക്കത്തുകളും അള്ളാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ലോകത്ത് നടക്കുന്ന വിവിധങ്ങളായ അപകടങ്ങളിൽ, ദുരന്തങ്ങളിൽ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്നവർക്കെല്ലാം ആശ്വാസം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി തരണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ മരണം ഈമാനുള്ള മരണമാക്കി മാറ്റണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്തും
മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അല്ലാഹുവേ രോഗികൾക്ക് നീ ശിഫ നൽകണമേ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ ഞങ്ങളുടെ ദാമ്പത്യത്തിൽ നല്ല സന്തോഷവും കൺകുളിർമയും വർദ്ധിപ്പിച്ചു നൽകണമേ. ഞങ്ങളുടെ കച്ചവടത്തിൽ, ജോലിയിൽ, വരുമാനത്തിൽ, കൃഷിയിൽ എല്ലാം നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ ധാരാളം ഉപകരിക്കുന്ന അറിവ് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകണമേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.